എന്താണ് കഅബ? അതൊരു ബിൽഡിംഗ് ആണ്, കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചൊരു കെട്ടിടം. ആ കെട്ടിടത്തിന്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ 7 പ്രാവശ്യം ചുറ്റിക്കറങ്ങിയാൽ അതിനാണ് നമ്മൾ തവാഫ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു പള്ളിയിൽ ചെന്നാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരം സുന്നത്തുണ്ട്. കഅബയിൽ ചെന്നാൽ അതുപോലും മാറ്റിവെച്ച് നാം ആ കഅബ ഇങ്ങനെ ചുറ്റുന്നു. 7 പ്രാവശ്യം കഅബയെ ചുറ്റിയാൽ അതിന്റെ പേര് തവാഫ് എന്നാണ്. അതിന്റെ പേരിൽ അവന്റെ പാപം പൊറുക്കുകയാണ്. എന്തേ? അതൊരു ബിൽഡിംഗ് അല്ലേ? ആ ബിൽഡിങ്ങിനെ ചുറ്റുന്നത് ആരാധനയായിട്ട് മാറുമോ? എങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയ പള്ളിയുണ്ടല്ലോ, ആ പള്ളിയെ ചുറ്റിക്കൂടെ? ഇല്ല, പള്ളിയെ ചുറ്റിയാൽ അത് ഭ്രാന്താകും. അതേസമയം കഅബയെ ചുറ്റിയാൽ തവാഫാകും. എന്തുകൊണ്ട്? അല്ലാഹുവും റസൂലും പഠിപ്പിച്ചു, കഅബയെ ചുറ്റൽ ആരാധനയാണ്. പള്ളിയെ ചുറ്റിയാൽ അത് ഭ്രാന്താകും, അതേസമയം കഅബയെ ചുറ്റിയാൽ തവാഫാകും. എന്തുകൊണ്ട്? അല്ലാഹുവും റസൂലും പഠിപ്പിച്ചു, കഅബയെ ചുറ്റൽ ആരാധനയാണ്. മനസ്സിലായോ? അത്തയ്യാത്തി മനസ്സിലായോ? സംഗതി ഇതൊക്കെ പറഞ്ഞൊപ്പിച്ചതിന് അവസാനം പറയാണ്, ഒരാള് കഅബാലയത്തെ ചുറ്റിയാൽ അത് തവാഫാകും. എന്ന നാട്ടിൽ ഒന്ന് പള്ളിയെ ചുറ്റിയാലോ അത് ഭ്രാന്താകും. ഇതുപോലെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറഞ്ഞാൽ അത് തൗഹീദാകും. യാ ശൈഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞാൽ അത് ശിർക്കാകും, ഭ്രാന്താകും. മനസ്സിലായോ? സംസം വെള്ളം കുടിച്ചാലോ അതുകൊണ്ട് ഉപകാരമുണ്ട്, അതുകൊണ്ട് ഗുണമുണ്ട്, അതിൽ ശമനമുണ്ട്, അതിൽ ശിഫ ഉണ്ട്. കുഞ്ഞമ്മദ് മുസ്ലിം വെള്ളം കുടിച്ചാലോ കാല് വളവും, വാദം വരും. മനസ്സിലായോ? ആ വ്യത്യാസം മുസ്ലിയാർ തന്നെ കൃത്യമായി പറഞ്ഞു. എന്ത് ചെയ്യാനൊക്കും? അങ്ങനെയാണ് ഓരോന്നും പിടിച്ചു കിട്ടുക. എന്ന് പറഞ്ഞില്ലേ, അവിശ്വാസികൾ വായടഞ്ഞു പോകും. കാരണം തൗഹീദിനെതിരെ ആര് സംസാരിച്ചാലും പടച്ചോനാണല്ലോ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, റബ്ബാണല്ലോ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. നാവ് കൊടുത്തവൻ റബ്ബല്ലേ, കണ്ണ് കൊടുത്തവൻ റബ്ബല്ലേ, കാത് കൊടുത്തവൻ റബ്ബല്ലേ, ചിന്ത കൊടുത്തവൻ റബ്ബല്ലേ. റബ്ബിനെതിരെ ചിന്തയും കണ്ണും കാതൊക്കെ ഉപയോഗിച്ചാൽ റബ്ബത് തിരിച്ചു കളയും എന്നാണ്. പിശാച് പുറകെ വന്നോളും എന്നാണ്. പിശാച് പുറകെ പൊക്കോളും എന്നാ പറഞ്ഞത്. എങ്കിൽ മാന്യ സഹോദരങ്ങളെ ചിന്തിക്കണം. എന്നിട്ട് ഈ ശിർക്കും ഈ കുഫ്റും സമൂഹത്തെ പഠിപ്പിച്ചിട്ട് നമ്മൾ ആരെങ്കിലും ഇതിനെതിരെ പറഞ്ഞാലോ ഇത് ശിർക്കാണോ, അത് ചെയ്യരുത്, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്ക്, റബ്ബിനോട് മാത്രം ദുആ ചെയ്യുന്ന പറഞ്ഞാൽ മുസ്ലിയാരെന്തൊക്കെ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്.